നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ഹോട്ടലിലെ കാപ്പിയുടെ ടേസ്റ്റിൻ്റെ ആ ഒരു സീക്രട്ട് ഒന്ന് നോക്കാം. നമ്മൾ പലരും ഹോട്ടലിൽ നിന്ന് കാപ്പി കുടിച്ചിട്ടുണ്ടാവും. പല ഹോട്ടലിൽ നിന്നും കിട്ടുന്ന കാപ്പിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ടേസ്റ്റിൻ്റെ രഹസ്യം ഒന്ന് നോക്കിയാലോ? ഇത് കണ്ടോ, ഹോട്ടലിലെ കാപ്പിയുടെ ടേസ്റ്റിലാണ് കേട്ടോ ഞാനിപ്പോൾ കാപ്പി എടുക്കാറുള്ളത്. കാരണം എൻ്റെ വീട്ടിൽ വരുന്ന പലർക്കും ഈ ഒരു കാപ്പി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർ നട്ടുച്ചയ്ക്കാണെങ്കിൽ പോലും നാരങ്ങ വെള്ളമോ മറ്റ് തണുത്ത എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പോലും കാപ്പി വേണമെന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരുണ്ട്. ഹോട്ടലിലെ കാപ്പിയുടെ രഹസ്യം എന്ന് പറയുന്നത് ഈ കാപ്പിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഞാൻ കാപ്പി എടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കാപ്പി ഒന്ന് എടുക്കാം. അതിനുശേഷം ഞാൻ ഈ കാപ്പിപ്പൊടിയുടെ കൂടുതൽ വിവരങ്ങൾ പറയാവേ. സാധാരണ കാപ്പിക്ക് വേണ്ടിയിട്ട് 1:1 റേഷ്യോയിലാണ് പാലും വെള്ളം എടുക്കുന്നത്. ഞാനിവിടെ എടുക്കുമ്പം പാലിൻ്റെ അളവ് അല്പം കൂടുതലാണ്. ഒരു 4 ടേബിൾ സ്പൂൺ പാല് വെള്ളത്തേക്കായി കൂടുതലാണ് കേട്ടോ. നമ്മളിപ്പോൾ 2 ഗ്ലാസ് കാപ്പിയാണ് എടുക്കുന്നത്. നമുക്കിനി ഇത് രണ്ടും കൂടെ സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പയിലേക്ക് വെക്കാം. എപ്പോഴും കാപ്പിക്ക് ചെറുമധുരമാണ് നല്ലത്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. ഇനി ഇച്ചിരൂടെ മധുരം വേണമെന്നവർക്ക് അല്പം കൂടിയാകാം, എന്നാലും ഒത്തിരി കൂടുതൽ ഇടണ്ട കേട്ടോ. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനി പാട കിട്ടാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ കൂടുതൽ കാപ്പി എടുക്കാനാണെന്നുണ്ടെങ്കിൽ പാലും വെള്ളവും വെവ്വേറെ തിളപ്പിച്ചിട്ട് നല്ല ചൂടിൽ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. പാൽപ്പാടയൊക്കെ ആ സമയത്ത് മാറ്റാം കേട്ടോ. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇടാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കടുപ്പമുണ്ടാവും. ഇനി കൂടുതൽ സ്ട്രോങ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് അല്പം കൂടെ പൊടിയിടാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഒഴിച്ചൊന്ന് പതപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം. ആ പാത്രത്തിലുള്ള പതയെല്ലാം കൂടെ ഇതിൻ്റെ മീതെ നമുക്ക് സ്പൂൺ വെച്ച് കോരിയിടാം കേട്ടോ. നമുക്കിനി ഇതിനൊരു ബ്രോഡാഡി ടച്ച് കൂടെ കൊടുത്താലോ? ഇവിടെ പിള്ളേർ പറയുന്നുണ്ട് ഇത് കാപ്പിപ്പൊടിയല്ല, കൊക്കോ പൗഡറോ ചോക്ലേറ്റ് പൗഡറോ ഒക്കെ ആണെന്ന്. പക്ഷേ ഇത് കാപ്പിപ്പൊടി ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഈ പതയിൽ ഇതിങ്ങനെ അലിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് കാപ്പിയുടെ ഫ്ലേവർ നല്ലപോലെ മുമ്പിട്ട് നിൽക്കും കേട്ടോ. പാലൊഴിച്ച കാപ്പി മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കട്ടനും അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് നമുക്ക് പൊടി ഇടാം. പിന്നെ മധുരം വേണമെന്നുള്ളവർക്ക് മധുരം ഇട്ട് കുടിക്കാം. മധുരം ഇല്ലാതെ കുടിച്ചാലും വലിയ ചവർപ്പും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ടേസ്റ്റാണ്. ഇനി കാപ്പിപ്പൊടിയുടെ വിശേഷം പറയാം. ഹോട്ടലിലെ കാപ്പിയുടെ ടേസ്റ്റും രഹസ്യം ഇതാണ് കേട്ടോ. ഇത് ബ്രൂവിൻ്റെ റെസ്റ്റോറൻറ്റ് പാക്കറ്റാണ്. ഇതിപ്പോൾ പല സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നുണ്ട്. ഇത് 200 ഗ്രാമിന് 165 രൂപയാണ്. ഇതൊരു പരസ്യമൊന്നുമല്ല കേട്ടോ. ഇതിപ്പം എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ ഈ ഒരു കാപ്പിപ്പൊടിയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഷെയർ ചെയ്തതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുക കേട്ടോ. അടിപൊളി കാപ്പി കുടിക്കും. നമ്മുടെ അടിപൊളി കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഇട്ട കാപ്പിയാണ് കേട്ടോ. നല്ല കാപ്പിയാണ്. ഞാൻ എടുത്തതുകൊണ്ട് പറയില്ല, നിങ്ങൾ ഈ കാപ്പിപ്പൊടിയൊക്കെ വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് കാപ്പി എടുത്ത് നോക്കണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇത് വാങ്ങിച്ച് കാപ്പി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല, ഒരു സന്തോഷം അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്